ഇന്ത്യയിൽ നിന്ന് വന്നപ്പം ഇത്ര ഒരു ഇന്ത്യൻ ഫീൽ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹോളി സെലിബ്രേഷന് മീറ്റ് ചെയ്ത ഫ്രണ്ട്സുമായിട്ട് ഞങ്ങൾ പല പ്രാവശ്യം വല്ല ക്ലബ്സിലും പബ്സിലും പോകണമെന്ന് വിചാരിച്ചെങ്കിലും പല കാരണത്താൽ അത് പോസിബിൾ ആയില്ല. പിന്നെ എൻ്റെ ഡാൻസ് ടീമിലുള്ള കുറേ പിള്ളേർ ബോളിവുഡിന് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഈ പാർട്ടിക്ക് ഞാൻ രജിസ്റ്റർ ചെയ്തത്. ആദ്യം പോയ ബോളിവുഡ് പാർട്ടി എനിക്ക് അത്ര ഇഷ്ടമായില്ല, കാരണം കൂടുതലും പഞ്ചാബി സോങ്സ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ ഒരുപാട് മലയാളീസിനൊക്കെ മീറ്റ് ചെയ്തു. അങ്ങനെ കുറേ പേര് ഡാൻസ് ഒക്കെ കളിക്കാനുള്ളത് കൊണ്ട് നല്ല രസമായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ഡി ജെ സോങ്സ് വൈസ് അടിപൊളിയായിരുന്നു. പിന്നെ ഡി ജി ഭയങ്കര എനർജറ്റിക് ആയിരുന്നു, നല്ല ഓഡിയൻസായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. സോ അതെനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഇല്ലൂമിനാട്ടി റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഇല്ലൂമിനാട്ടി ഒക്കെ എനിക്ക് പ്ലേ ചെയ്ത് തന്നു. രണ്ടാമത് ഞാൻ എനി വൺ മലയാളം സോങ്ങും കൂടെ ചോദിച്ചപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വേൽമുരുക പ്ലേ ചെയ്യുന്നത്. ഐ വാസ് റിയലി സർപ്രൈസ്ഡ്. രണ്ടാമത് പോയ പാർട്ടീൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹീ കൈൻഡ് ഓഫ് സാറ്റിസ്ഫൈഡ് എല്ലാ ഓഡിയൻസിനെയും. ഫ്രം എന്താ പറയുക, സൗത്ത് ടു നോർത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ സോങ്സും അത്യാവശ്യം നന്നായി തന്നെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ പാർട്ടി സ്റ്റാർട്ട് ചെയ്തത് 11:30ക്കാണ് ആൻഡ് അത് കഴിയുന്നത് ഒരു 4:30 ഒക്കെ ആവും. പിന്നെ ഇവിടെ നൈറ്റ് സർവീസ് ബസ് ഉണ്ട്. ഒരു ടൈമിന് ശേഷം നോർമൽ ബസ് മെട്രോ ഒന്നും പോവില്ല. പക്ഷേ ഈ നൈറ്റ് സർവീസ് ബസ് ഈ പറഞ്ഞ പോലെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൂടുമ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ജനറലി 1 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ ഇതിൽ കയറി ഞാൻ 2 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് എൻ്റെ റൂം എത്തുക. പക്ഷേ എന്താ സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് തിങ്. ആൻഡ് നമ്മൾ വിചാരിക്കും ഈ സമയമൊക്കെ ആരിറങ്ങി നടക്കാണ്, പക്ഷെ അങ്ങനെയല്ല. ഞാൻ 2 പ്രാവശ്യം പോയപ്പോഴും ബസ്സിലൊക്കെ നല്ല തിരക്കായിരുന്നു.